Hi, next question നോക്കാം. Question number 16 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കടാ എവിടുന്നാ വന്നാ നോക്കിക്കേ. എടാ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേ. മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 12 ആർ പ്രസന്റഡ് ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ക്ലാസ്സസ് ഓഫ് ഈക്വൽ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ എവിടുന്ന വന്നതെന്ന് ഇപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കാം. മാർക്സ് ഒബ്റ്റൈൻ by all the students of class 12 are presented in a frequency distribution with the classes of equal width. Let the median of these group data be 14. So median നമുക്ക് തന്നിട്ടുണ്ട് 14. With the median class interval, ഒരു ക്ലാസ് ഇന്റർവെൽ ഇതേപോലെ തന്നിരിക്കുന്നു 12 to 18. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന് ലോവർ ലിമിറ്റ് എന്നും ഇതിന് നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും പറയുന്നു. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പിനെ വിഡ്ത്തിനെ നമ്മൾ എച്ച് എന്ന് പറയുന്നു. സോ എച്ച് ഇസ് എത്രയാ 6 ആണ് അല്ലേ. ആൻഡ് മീഡിയൻ ക്ലാസ് ഫ്രീക്വൻസി 12 അവിടെ ഫ്രീക്വൻസി 12 ആണ്. അപ്പോൾ ഇതൊക്കെ തരുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മീഡിയനുമായിട്ട് ബന്ധമുള്ള ഫോർമുല അറിയണം. ഇഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് മാർക്സ് ആർ ലെസ് ദാൻ 12 ഈസ് 18. 12 കുറവായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. 12 കുറവായിട്ട് വരുന്ന സമയത്ത് 18 ആണ്. ദെൻ ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മീഡിയൻ കാണാനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, n/2. എന്താണ് ഫോർമുല മക്കളെ? എൽ പ്ലസ് n/2 മൈനസ് c/f ഇൻറ്റു എച്ച് ആണ്. എടാ മീഡിയൻ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. മീഡിയൻ എന്താണെന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഓഫ് ദിസ് ഗ്രൂപ്പ് ഡാറ്റ ബി 14. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 14 ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. നിങ്ങളുടെ ക്ലാസ് നോക്കുക, ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് എടുക്കുക. ദാറ്റ് ഈസ് വാട്ട് എൽ. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. സോ 12 പ്ലസ് എൻ നമുക്ക് അറിയില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എൻ ആണ്. സോ n/2 എഴുതി മൈനസ് സി. സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. സി എന്ന് പറയുന്ന നമ്പർ ഇവിടെ പറയുന്നുണ്ട്. നോക്കടാ. ഇഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് മാർക്സ് ആർ ലെസ് ദാൻ 12 ഈസ് 18. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എത്രയാണടാ? 18 അല്ലേ. ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഈസ് ഗിവൺ 12 ഇൻറ്റു എച്ച് ഈസ് 6 ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് 12 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 2 എന്ന് കിട്ടും. ഈ 12 ഇപ്പുറത്ത് കൊണ്ടുവരിക. 14 12 കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. 2 ഇസ് ഈക്വൽ ടു n/2 മൈനസ് 18/2 എന്നുണ്ടാവും. ആ 2 ഇങ്ങോട്ട് കൊണ്ടുവരിക. 4 18 ഇങ്ങോട്ട് കൊണ്ടുവരിക. പ്ലസ് 18 ഇസ് ഈക്വൽ ടു n/2. അപ്പോൾ n ഇസ് ഈക്വൽ ടു 18 പ്ലസ് 4 ഇസ് 22. 22 ഇൻറ്റു 2 ഇസ് 44. സോ വാട്ട് ഈസ് ദി ആൻസർ? ദി ആൻസർ ഈസ് 44. ഓപ്ഷൻ 2 ഇസ് കറക്റ്റ്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഇത്ര ഈസിയാണ്. ബിലോ ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.